ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ തോന്നലും അനുഭവം. പേടിക്കണ്ട. ഞാൻ ജെസ, AUP സ്കൂൾ പൂവത്താണി 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഈ പണ്ട് കാലത്തെ കവിതകളും ഇക്കാലത്തെ കവിതകളും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്തെന്ന് വെച്ചാൽ, പണ്ട് കാലത്തെ പോലെ ഇക്കാലത്തെ കവിതകൾക്ക് ഈണവും താളൊന്നുമില്ല. അപ്പം അതുകൊണ്ടാണ് മനുഷ്യർ ഇപ്പോഴത്തെ ആളുകളൊക്കെ കവിതയിൽ നിന്ന് അകന്നു പോകുന്നത് എന്നൊരു പരക്കൊരു അഭിപ്രായമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണോ, ഈണം വേണോ ശരിക്കും കവിതയ്ക്ക്? എന്താണ് ഒരു നിലപാട്? ഇത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഞാൻ കുട്ടി ഉപയോഗിച്ച ഒരു വാക്ക് ശ്രദ്ധിച്ചു, ഇപ്പോഴത്തെ ആളുകൾ കവിതയിൽ നിന്ന് അകന്നു പോകുന്നു. വാസ്തവത്തിൽ അപ്പോഴത്തെ ആളുകളാണ് അകന്നു പോകുന്നത്. അതായത് ഈണമുള്ള കവിതകൾ മാത്രം ശീലിച്ച ആളുകൾ, വൃത്തം അത് മഞ്ചരിയാണോ, കാകളിയാണോ, കേകയാണോ, കളകാഞ്ചിയാണോ, തോന്നതയാണോ എന്നൊക്കെ നോക്കി വായിച്ചിരുന്ന ആളുകൾ, ആ ആളുകൾക്കാണ് പലപ്പോഴും ഗദ്യത്തിൽ എഴുതിയ കവിതകൾ, ഗദ്യം എന്നതിനെ പറയുന്നേ ഉള്ളൂ, സാധാരണ ഗദ്യമല്ല, ആ തരത്തിലുള്ള കവിതകൾ ആസ്വാദ്യമല്ലാതാകുന്നത്. കാരണം കവിതയും പാട്ടും തമ്മിലുള്ള വ്യത്യാസത്തെപ്പറ്റി ആലോചിക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണിത്. പാട്ട് നിശ്ചയമായിട്ട് നമുക്ക് പാടാനുള്ളതാണ്, അത് വേറെയുമാണ്. ഞാൻ എഴുതിയിട്ട് കുറേ ഗസലുകൾ മുമ്പായൊക്കെ ഒരു കാലത്ത് പാടി നടന്നിട്ടുണ്ട്. അതിലൊക്കെ യൂട്യൂബിലൊക്കെ കിട്ടും. അപ്പം പാട്ട് എഴുതുന്ന വേറൊരു സംഗതി. അതിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് അതിൻ്റെ മ്യൂസിക്കാലിറ്റി, സംഗീതാത്മകത, അതിൻ്റെ വാക്കുകളുടെ സംഗീതം, അത് ചേരുമ്പോൾ ഉണ്ടാകുന്ന സംഗീതം, അത് പലപ്പോഴും അതിൽ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ചില പുതിയ ചിന്തകളും പുതിയ വികാരങ്ങളും, പ്രാഥമികമായും ഒരു വൈകാരിക സ്വഭാവവും ഗാനങ്ങൾക്കുണ്ട്. പക്ഷെ കവിതയിൽ പലപ്പോഴും വികാരമോ വിചാരമോ തിരിച്ചറിയാൻ പ്രയാസമായ രീതിയിൽ ഇവ രണ്ടും കൂടി ചേരുന്നുണ്ട്. അതിൽ തീർച്ചയായും അതിൽ വികാരമുണ്ട്, അഗാധമായ വികാരങ്ങളുണ്ടാവാം. പക്ഷേ ഈ വികാരങ്ങളെല്ലാം തന്നെ വിചാരം കൊണ്ട് പാകപ്പെടുത്തിയ വികാരങ്ങൾ ആണ്. ഞാൻ ആരുടെയും പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ചില കവികൾ, ഞാനതിനെ മെലോഡ്രമാറ്റിക് പോയറ്റ്സ് എന്നാണ് വിളിക്കുന്നത്, അതിവൈകാരികത കലർന്ന കവിത എഴുതുന്ന കവികളുണ്ട്. അവരുടെ കവിതയിൽ ഇല്ലാതാകുന്നത് പലപ്പോഴും ഈ വിചാരത്തിൻ്റെയോ, ഞാൻ പറഞ്ഞ മെഡിറ്റേഷൻ്റെ, ധ്യാനത്തിൻ്റെയോ അല്ലെങ്കിൽ ദർശനത്തിൻ്റെയോ ഒക്കെ ആയിട്ടുള്ള അംശങ്ങളാണ്. വികാരം ശക്തമായി പ്രകടിപ്പിച്ചിട്ടുണ്ടാവും. അത് ചിലപ്പോൾ ഒരു വലിയ നെലോടി പോലെ നമ്മുടെ മനസ്സിൽ മുഴങ്ങുന്നുണ്ടാവും, അതൊക്കെ ഉണ്ടാവും. പക്ഷേ ആത്യന്തികമായി കവിതയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ വൈചാരിക അംശം, അല്ലെങ്കിൽ ഒരു വിഷൻ എന്ന് നമ്മൾ പറയുന്ന ഒരു ദർശനം, ലോകത്തെ പറ്റി, മനുഷ്യനെ പറ്റിയുള്ള ഒരു കാഴ്ച, ആ വലിയ കാഴ്ച പലപ്പോഴും ഇല്ലാതെ പോകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് വികാരത്തെ വിചാരം കൊണ്ട് കുറെ കൂടി പരുവപ്പെടുത്തിയ രീതിയിലാണ് നമ്മൾ കവിതയിൽ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത്. ഈണത്തിൻ്റെ പ്രശ്നം ചോദിച്ചതുകൊണ്ട് അതിൻ്റെ ഒരു പകുതി ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ, നല്ലപോലെ ശ്രദ്ധിച്ച് കേട്ടാൽ, മലയാളം സംസാരിക്കുന്നത് കേട്ടാൽ, മലയാള ഭാഷയ്ക്ക് സ്വയം വൃത്തങ്ങളൊന്നുമില്ലാതെ തന്നെ ഒരു ഈണമുണ്ട്, അല്ലെങ്കിൽ പല ഈണങ്ങളുണ്ടെന്ന് മനസ്സിലാവും. കാരണം തിരുവനന്തപുരത്ത് നിന്ന് കേൾക്കുന്ന ഭാഷയും തൃശ്ശൂരിൽ നിന്ന് കേൾക്കുന്ന ഭാഷയും കാസർഗോഡ് നിന്ന് അല്ലെങ്കിൽ കോഴിക്കോട് നിന്ന് കേൾക്കുന്ന ഭാഷയും വ്യത്യസ്തങ്ങളായ ഈണങ്ങളിൽ സംസാരിക്കുന്ന മലയാളമാണ്. അതുപോലെ തന്നെ ഞാൻ ഇന്ത്യയിൽ മുഴുവൻ സഞ്ചരിക്കുകയും ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലെ ആളുകളെ ബന്ധപ്പെടുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് നിങ്ങൾ ഹിന്ദി കേൾക്കുമ്പോഴും, ഒറിയ കേൾക്കുമ്പോഴും, പഞ്ചാബി കേൾക്കുമ്പോഴും, രാജസ്ഥാനി കേൾക്കുമ്പോൾ, ഏത് ഭാഷയായാലും ശരി, ബംഗാളി കേൾക്കുമ്പോഴും, ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാം അത് മലയാളമല്ല എന്ന് വെറും ഈണം കൊണ്ട് നമുക്ക് തിരിച്ചറിയാം. ഇത് പറയുന്നത് വേറൊരു ഭാഷ, ആ വാക്കൊന്നും അറിഞ്ഞിട്ടല്ല, ഇത് വെറും ഈണം കൊണ്ട് ഇത് മലയാളമല്ല ഏതായാലും. അപ്പം ഒരുപക്ഷെ നമ്മൾ കൃത്യമായിട്ട് നിർവചിച്ചിട്ടില്ലാത്ത, ഒരുപക്ഷെ നമുക്ക് പൂർണ്ണമായി വിവരിക്കാൻ കഴിയാത്ത ഒരു
എന്താ എന്ന് പറയുക, യുണീക്ക്നെസ്, അദ്വിതീയത, അതായത് അതിൻ്റെ ഒറ്റയ്ക്ക് നിൽക്കുന്ന സവിശേഷത, സാധാരണ വാക്ക് സവിശേഷത, ഒരു സവിശേഷത ഓരോ ഭാഷയുടെയും ശബ്ദത്തിന് ഉണ്ട്. മലയാളത്തിന് അതിൻ്റേതായ ഒരു ഈണമുണ്ട്. അപ്പം കവി ഈ വൃത്തങ്ങളൊക്കെ നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രധാന കാര്യം, ഈ വൃത്തങ്ങൾ ആരും ഒരു ദിവസം മുറിയിലിരുന്ന് മേശപ്പുറത്തിരുന്ന് ഉണ്ടാക്കിയതല്ല. ഓക്കെ, ഇന്ന് ഞാൻ കളകാഞ്ചി ഉണ്ടാക്കാൻ പോവാണ്, എന്നൊരു കളകാഞ്ചിയിൽ ഒരു കവിത എഴുതി ഉദാഹരണം കൂടി ലക്ഷണസഹിതം കളകാഞ്ചിയെ അവതരിപ്പിച്ചു. വേറെ ആൾ മഞ്ചരി ഉണ്ടാക്കി, അങ്ങനെയല്ല. ഈ വൃത്തങ്ങളൊക്കെ വന്നത് ഇതെല്ലാം മലയാളത്തിലുണ്ടായിരുന്നുകൊണ്ടാണ്. അതായത് മലയാള ഭാഷയ്ക്കുള്ളിൽ ഉള്ള സംഗീതത്തെ പല രീതിയിൽ ചിട്ടപ്പെടുത്തുകയാണ് ചെയ്തത്. ക്ലാസിക്കൽ സംഗീതം പഠിച്ചിട്ടുള്ള ആൾ, ഞാൻ പഠിച്ചിട്ടുള്ള ആളല്ല, പക്ഷേ അതിൻ്റെ ഒരു വലിയ ആസ്വാദകനാണ്. കർണാട്ടിക്കും ഹിന്ദുസ്ഥാനിയും വെസ്റ്റേണും ഒക്കെ ആയിട്ട് എല്ലാ മ്യൂസിക്കും ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അപ്പോൾ അവർക്ക് നമുക്കറിയാം, അവർ ചെയ്യുന്നത് ശബ്ദങ്ങളെ, സാധാരണ ശബ്ദങ്ങളെ ചിട്ടപ്പെടുത്തുകയാണ് പ്രത്യേക രീതിയിൽ. ഉയർത്തൽ, താഴ്ത്തൽ, അവർ തമ്മിലുള്ള ഇടവേളകൾ, ഇതിനെയൊക്കെ താഴ്ത്തിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ സരിഗമ എന്നുള്ളൊരു വലിയ അർത്ഥമൊന്നുമില്ലാത്തൊരു ഒരു അതിൻ്റെ പദമായിട്ട് പോലും കരുതാൻ പറ്റില്ല. പക്ഷെ അതിൽ നിന്ന് ഒരു സംഗീതം, അവർ ശബ്ദത്തിൽ നിന്നാണ് സംഗീതം ഉണ്ടാക്കിയെടുത്തു. അപ്പം ശബ്ദത്തിൽ നിന്ന് സംഗീതം ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ ഭാഷയ്ക്കകത്തുള്ള ഈ സംഗീതത്തെ ചിട്ടപ്പെടുത്തുകയാണ് വൃത്തകാരന്മാർ അല്ലെങ്കിൽ വൃത്തശാസ്ത്രജ്ഞന്മാരൊക്കെ ചെയ്തത്. പക്ഷെ അങ്ങനെ അല്ലാതെയും ഭാഷയുടെ മൂലതാളങ്ങളിലേക്ക് തിരിച്ചുപോയി നമുക്ക് അങ്ങനെ എഴുതാനുള്ള സാധ്യതയും സ്വാതന്ത്ര്യവും പൂർണ്ണമായിട്ടും ഉണ്ട്. വൃത്തം വേണ്ട, വൃത്തമില്ലെങ്കിൽ പോലും ഇത് കേട്ടാൽ ഒരാൾക്ക് അറിയാം ഇത് കവിതയാണെന്ന്. അതിനകത്തുള്ള ഭാഷയുടെ ഒരു പ്രത്യേക തരത്തിലുള്ള ഈണം നമുക്ക് തിരിച്ചറിയാം. അതായാലും മതി കവിതയ്ക്ക്. കവിതയുടെ എന്താ പറയുക, ഒരു പ്രൈമറി എലമെൻറ്റ്സ്, കവിതയുടെ പ്രാഥമികമായ മൂലകങ്ങൾ അല്ലെങ്കിൽ ഘടകങ്ങൾ, അത് ഈ ഏത് കവിതയിലും അത് നമുക്ക് ബോധ്യപ്പെട്ടൊരു കവിതയാണെങ്കിൽ ഉണ്ടാവും. അപ്പോൾ വൃത്തം ഒരു തരത്തിലും നിർബന്ധമല്ല. എങ്കിലും ഞാൻ കുട്ടികളോട് പറയാറുണ്ട്, വൃത്തം പഠിക്കുന്നത് നല്ലതാണെന്ന് പറയാറുണ്ട്. വൃത്തത്തിൽ എഴുതാൻ വേണ്ടിയല്ല. ഞാൻ പറഞ്ഞ പോലെ ഈ മലയാള ഭാഷയുടെ പല പല താളങ്ങളും ഈ താളക്രമങ്ങളും ഒക്കെ അറിയുന്നതിന്, ചെണ്ടകൊട്ട് പഠിക്കുമ്പോൾ പലതരത്തിലുള്ള നമ്മൾ കൊട്ടി പഠിക്കുകയും അതിനൊപ്പം നമ്മൾ അതിൻ്റെ ശബ്ദങ്ങളുണ്ടാക്കി പഠിക്കുകയൊക്കെ ചെയ്യുന്നത് പോലെ, ഡം 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 എന്ന് പറയുന്ന പോലെ, അങ്ങനെ അറിയാൻ വേണ്ടി, അങ്ങനെ ഭാഷ അറിയാൻ വേണ്ടി വൃത്തങ്ങളെ അറിയുന്നതിൽ തെറ്റില്ല എന്ന് മാത്രം. അതൊരു പക്ഷേ പിന്നീട് ഗദ്യം എഴുതുമ്പോഴും അതൊരു പക്ഷേ സഹായകമായി വരാം. എവിടെയോ അതിൻ്റെ മുഴക്കങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു എന്ന് വരാം. അതുകൊണ്ട് വൃത്തം നിങ്ങൾക്ക് തീർച്ചയായിട്ടും എഴുത്തിൽ ഉപേക്ഷിക്കാം. പക്ഷേ വൃത്ത പഠനം എവിടെയോ നമ്മുടെ ഭാഷാബോധത്തെ സഹായിക്കുന്നുണ്ട്. ഇതൊരു തന്ത്രവൈബാണ് കേട്ടോ, ഒരു പഴയ ആൾ പറയുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നിശ്ചയമായും തള്ളിക്കളയാം. പക്ഷേ എൻ്റെ കാലത്തൊക്കെ ഉള്ളൊരു അനുഭവം ഇതാണ്. ഇങ്ങനെ ഈ വൃത്തങ്ങളുടെ പഠനം, അല്ലെങ്കിൽ പഠനം പോലും ഞാൻ പറയുന്നത് ലക്ഷ്യമൊന്നും പഠിക്കണം എന്നല്ല, വായിക്കുക കേരള കവിത. കാരണം അത് മാത്രമല്ല, നമുക്ക് പഴയ കവികളെ വായിക്കുകയും വേണമല്ലോ. നമുക്ക് വൈലോപ്പിള്ളിയെ വായിക്കണം, നമുക്ക് എടശ്ശേരി വായിക്കണം, കുഞ്ഞിരാമനാരെ വായിക്കണം, സുഗതകുമാരി വായിക്കണം. ഏതായാലും ഏത് കവികളായാലും നമുക്ക് മുൻ കവികളെ വായിക്കണമെങ്കിൽ അവരൊക്കെ വൃത്തത്തിൽ എഴുതിയ ആളുകളാണ്. അപ്പം അതിനും ആ വൃത്തം എന്താണെന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പോലും അവരുടെ കവിതയുടെ സവിശേഷ സ്വഭാവം തിരിച്ചറിയുന്നതിന് ഈ വൃത്ത പഠനം അല്ലെങ്കിൽ വൃത്തപരിചയം എന്ന് ഞാൻ പറയുന്നത്, വൃത്തപരിചയം സഹായിക്കും. അപ്പം അങ്ങനൊരു വൃത്തപരിചയം ഒട്ടും തകരാറല്ല. പക്ഷെ വൃത്തനിബദ്ധമാകണം കവിത എന്നില്ല. അതായത് വൃത്തത്തിൽ തന്നെ ആകണം കവിത എഴുതുന്നത് എന്നില്ല. വൃത്തമില്ലെങ്കിൽ പോലും അതിൽ നിന്ന് മലയാളം മുഴങ്ങും എന്നാണ് ലളിതമായിട്ട് പറയാൻ കഴിയുക. അതിൽ മലയാളം മുഴങ്ങും. മലയാളത്തിൻ്റെ ശബ്ദം, മലയാളത്തിൻ്റെ ചെണ്ട, മലയാളത്തിൻ്റെ തകിൽ, എന്തായാലും ശരി, മലയാളത്തിൻ്റെ തിമില അതിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മളെ നിർബന്ധിക്കേണ്ടതില്ല വൃത്തത്തിൽ എഴുതണമെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ഒരു വൃത്തപരിചയം
ഞങ്ങളെപ്പോലുള്ള ആളുകളെയൊക്കെ ഒരു കാലത്ത് സഹായിച്ചിട്ടുണ്ട്. മറ്റുള്ള പഴയ കവികളെ വായിക്കുമ്പോൾ അത് സഹായിച്ചിട്ടുണ്ട്. പൊതുവേ ഈ മലയാളത്തിൻ്റെ താളങ്ങളെ എങ്ങനെയൊക്കെ ഓർഗനൈസ് ചെയ്യാം, എങ്ങനെയൊക്കെ സംഘടിപ്പിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ബോധം അതൊക്കെ നൽകിയിട്ടുമുണ്ട്. അത് ഗദ്യത്തിൽ എഴുതുമ്പോഴും എവിടെയൊക്കെയോ പ്രവർത്തിക്കുകയും നമ്മളെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നേ പറയാൻ കഴിയും. അതുകൊണ്ട് മോളൊട്ടും വിശ്വസിക്കേണ്ട ഈ ആളുകൾ വായിക്കില്ല എന്നൊക്കെ പറയുന്നത്. ധാരാളം പേര് വായിക്കുന്നുണ്ട്. ഇവിടെ ഇത്ര ആളുകൾ കവിതയുടെ പേരിലാണ് കൂടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം കവിത വായിക്കുന്നുണ്ട്. ഗദ്യത്തിലായാലും പദ്യത്തിലായാലും ഒക്കെ കവിതകൾ അത് അവർ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ വായിക്കുന്നില്ല എന്ന് മാത്രമാണ്. അവർ ലോകം ആരും വായിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പലപ്പോഴും അവർ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഗദ്യത്തിലുള്ള കവിയൊന്നും വായിക്കാറില്ല എന്ന് മാത്രമാണ്. അതുകൊണ്ട് ബാക്കിയുള്ളവരല്ല, ബാക്കി ധാരാളം പേര് വായിക്കുന്നുണ്ട്. അവരത് അത് വായിക്കേണ്ട പോലെ വായിക്കുന്നുണ്ട്. അതിൻ്റെ അകത്തെ ഒരു അന്തസ്സംഗീതം, ഉള്ളിലെ സംഗീതം തിരിച്ചറിയുന്നുണ്ട്. അതിൻ്റെ നിറങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കവിതയെ പറ്റി പറയുമ്പോൾ കവിതയിലെ വാക്കിന് ഡിക്ഷണറി പറയുന്ന പോലെ അർത്ഥം മാത്രമല്ല ഉള്ളത്, അതിന് പഞ്ചേന്ദ്രിയ ഗുണങ്ങളുണ്ട്. ആ വാക്കിനെ തൊടാൻ പറ്റും, ആ വാക്കിനെ മണക്കാൻ പറ്റും, ആ വാക്കിനെ കേൾക്കാൻ പറ്റും. ഈ കേൾക്കാൻ പറ്റുന്നതിനെ പറ്റിയാണ് ഈ പറയുന്ന ഈണം. നമ്മൾ അത് ഭാഷയുടെ ഈണമാണ്. ഭാഷയുടെ ഈണത്തെ നമ്മളൊന്ന് ചിട്ടപ്പെടുത്തിയത് മാത്രമാണ് വൃത്തങ്ങൾ. അതുകൊണ്ട് ഈ ഭാഷയെ കൂടുതൽ ആഴത്തിൽ അറിയുകയും നന്നായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ തരത്തിലുള്ള പ്രത്യക്ഷത്തിലുള്ള ഈണങ്ങളൊന്നും ഇല്ലെങ്കിലും ആ ഭാഷ നേരത്തെ പറഞ്ഞ പോലെ അതിനകത്ത് നിന്നിങ്ങനെ അത് മുഴങ്ങുകയും അത് ചെണ്ട കൊട്ടുകയും അത് തിമില കൊട്ടുകയും അത് നാദസ്വരം വായിക്കുകയും അത് പലതരത്തിലുള്ള അത് ദഫ് മുട്ടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. അത് നമ്മുടെ ഭാഷ അത് ചെയ്തുകൊണ്ടേ ഇരുന്നിട്ടുണ്ട്. എൻ്റെ പേര് ഹർഷിത. കുഴൽമന്നം ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 പഠിക്കുകയാണ്. പക്ഷേ ഇപ്പം കവിതയും കഥയൊക്കെ എഴുതുന്ന ആൾക്കാർ പൊതുവെ ഏത്തിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞൊരു അഭിപ്രായം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് മാഷിൻ്റെ ഒരു അഭിപ്രായം എന്താ? അത്തരം ഒരു പറച്ചിലിനെ കുറിച്ച് മാഷിൻ്റെ ഒരു അഭിപ്രായം എന്താ? അതെ, അല്ലെങ്കിൽ നിരീശ്വരവാദികൾ എന്നൊക്കെ ഒരർത്ഥം വരുന്ന രീതിയിൽ പൊതുവെ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്ന കഥയും കവിത എഴുത്തുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ എല്ലാ തരത്തിലുള്ള വിശ്വാസമുള്ള ആളുകളും നല്ല കവിതകൾ എഴുതിയിട്ടുണ്ട്, ചീത്ത കവിതകൾ എഴുതിയിട്ടുണ്ട്, നല്ല കഥകൾ എഴുതിയിട്ടുണ്ട്, ചീത്ത കഥകൾ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് യുക്തിവാദമോ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രമോ അതൊന്നും കവിതയെ പ്രത്യേകിച്ച് സഹായിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുന്നില്ല. വാസ്തവത്തിൽ ആത്യന്തികമായി നിങ്ങൾ എങ്ങനെ എഴുതി എന്നുള്ളതാണ് ആളുകൾ നോക്കാം. വായനക്കാർ നോക്കുന്നത് നിങ്ങൾ പ്രത്യേക വൃത്തമനുസരിച്ച് എഴുതി എന്ന് പറയുന്ന പോലെ പ്രത്യയശാസ്ത്രം അനുസരിച്ച് അത് നിർദ്ദേശിക്കുന്നതനുസരിച്ച് തന്നെയാണ് എഴുതിയെന്ന് നോക്കിയിട്ടൊന്നുമല്ല കവിത വായിക്കുന്നത്. ആ കവിത നിങ്ങൾക്ക് എന്ത് തരുന്നു, ആ കവിത നിങ്ങളോട് എന്ത് പറയാൻ ശ്രമിക്കുന്നു, ആ കവിത മനുഷ്യനെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും നമ്മളെ തന്നെ കുറിച്ചും എന്തെല്ലാം നമ്മോട് നിവേദനം ചെയ്യുന്നു അല്ലെങ്കിൽ സംവേദനം ചെയ്യാൻ ശ്രമിക്കുന്നു, ഈ കാര്യങ്ങൾ നോക്കിയിട്ടാണ് കവിത വായിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു പ്രത്യേക പാർട്ടിയിൽപ്പെട്ട ആളോ അല്ലെങ്കിൽ ഒരു പ്രത്യയശാസ്ത്രം പിന്തുടരുന്ന ആളോ ആയതുകൊണ്ട് ഒരാളുടെയും കവിത നന്നാവുന്നില്ല. അതിൻ്റെ പേരിലുള്ള സംഘടനകൾ സമ്പൂർണ്ണമായി നിരർത്ഥകമാണെന്ന് ഞാൻ പറയും. അവിടെ ഒരു കാര്യമില്ല. നമുക്ക് ആ ആളുകളിൽ നമുക്ക് പുരോഗമനപരമായ ചിന്ത ഉണ്ടാക്കാം, അതിനെപ്പറ്റി യാതൊരു സംശയം എനിക്കില്ല. ആ ആളുകളിൽ മനുഷ്യൻ പുരോഗമിക്കണമെന്നും മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണമെന്നും എല്ലാം ഉള്ള ചിന്തകൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ ആ സംഘടനയിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ആ സംഘടനയിലുള്ള ആളുകൾ എഴുതുന്നത് എല്ലാം നല്ലതാവുകയോ അല്ലെങ്കിൽ ചീത്തയാവുകയോ ഒന്നും ചെയ്യുന്നില്ല. അതിന് വേറെ ചില കഴിവുകൾ, വേറെ ചില ഭാവന സമ്പ്രദായങ്ങൾ, ഭാഷോപയോഗ സമ്പ്രദായങ്ങൾ, ഇതൊക്കെ വളരെ പ്രധാനമാണ്. എല്ലാ കാലത്തും സംഘടനകളും ഉണ്ടായിട്ടുണ്ട്, അതിനെ എതിർക്കുന്ന ആളുകളുണ്ട്. ഈ രണ്ടു കൂട്ടരെയും നമ്മൾ എഴുത്തുകാർ ഫോളോ ചെയ്യേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് പൂർണ്ണമായും ബോധ്യമുള്ള അനുഭവങ്ങൾ എഴുതുക, അത് വിജയിക്കുന്നുണ്ട് എനിക്ക് കാണാം. അപ്പോൾ അതൊരു ട്രാൻസ്ജെൻഡർ അനുഭവമാകാം, അതൊരു പുരുഷൻ്റെ അനുഭവം, ഒരു സ്ത്രീയുടെ അനുഭവമാകാം, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ പല രീതികളിലെ അനുഭവങ്ങളുടെ ഭാഗമായിട്ട് അനുഭവമാകാം. അപ്പോൾ നമ്മൾ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ പോലും ഞാൻ പൊളിറ്റിക്സ് എല്ലാ കാലത്തും കണ്ടിട്ടുള്ളത് അതിനെ ഒരു പാർട്ടി പൊളിറ്റിക്സ് എന്നുള്ള നിലയ്ക്കല്ല,
സ്ത്രീയുടെ പൊളിറ്റിക്സ് ഉണ്ട്, ട്രാൻസ്ജെൻഡർ പൊളിറ്റിക്സ് ഉണ്ട്, പ്രകൃതിയുടെ പൊളിറ്റിക്സ് ഉണ്ട്, ഇങ്ങനെയുള്ള അല്ലെങ്കിൽ പരിസ്ഥിതിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്ന രാഷ്ട്രീയമുണ്ട്. ഈ കവിതയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അങ്ങനെ ഒരു പാർട്ടി രാഷ്ട്രീയമല്ല, മറിച്ച് ഈ തരത്തിലുള്ള ഒരു വളരെ അഗാധമായ അർത്ഥത്തിലുള്ള ഒരു രാഷ്ട്രീയമാണ്. ഞാൻ വളരെ വിശദമായിട്ട് ഇത് സംസ്കാരത്തിൻ്റെ രാഷ്ട്രീയം എന്നുള്ള ലേഖനത്തിലൊക്കെ 1990 എഴുതിയ കാര്യങ്ങളാണ് ഞാൻ വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഈ സംസ്കാരത്തിൻ്റെ രാഷ്ട്രീയമുണ്ട്, പ്രകൃതിയുടെ രാഷ്ട്രീയമുണ്ട്, സ്ത്രീയുടെ രാഷ്ട്രീയം, ഫെമിനിസം എന്നൊക്കെ നമ്മൾ പറയുന്നൊരു ഒരു പൊളിറ്റിക്സാണ്, സ്ത്രീയുടെ പൊളിറ്റിക്സാണ്. അതേപോലെ തന്നെയാണ് ഒരു ട്രാൻസ്ജെൻഡർ പൊളിറ്റിക്സ്, ഒരു ട്രാൻസ്ജെൻഡർ റൈറ്റിങ്ങിൽ അല്ലെങ്കിൽ ആ വാക്കിന് പകരം LGBTQ എന്ന് പറയാം, ആ തരത്തിലുള്ള അതിലൊരു പൊളിറ്റിക്സ് ഉണ്ട്. അതൊരു ജെൻഡർ പൊളിറ്റിക്സാണ്. അപ്പോൾ അങ്ങനെ പൊളിറ്റിക്സ് എന്ന് പറയുന്ന എല്ലാത്തിലും ഉണ്ട്. പക്ഷേ ആ പൊളിറ്റിക്സ് ഒരു പ്രത്യേക പാർട്ടിയിൽപ്പെട്ട പൊളിറ്റിക്സ് എന്നുള്ള അർത്ഥത്തിലല്ല, ഒരു പല രീതിയിലാണ് ആ പൊളിറ്റിക്സ് പ്രവർത്തിക്കുന്നത്. ലാംഗ്വേജിൻ്റെ പൊളിറ്റിക്സ് ഉണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ പൊളിറ്റിക്സ് ഇല്ലാത്ത ഒന്നുമില്ല, ആ രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതൊരു ലാർജർ, കൂടുതൽ വലിയൊരു അർത്ഥത്തിലാണ് നമ്മളവിടെ പൊളിറ്റിക്സ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പാർട്ടിയിൽപ്പെട്ടോ അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് അകന്നു പോയോ പാർട്ടിയുടെ പിന്തുണക്കാരനാണോ ആ നോക്കിയിട്ടല്ല, നേരെ മറിച്ച് ഈ തരത്തിൽ അവരുടെ കവിതയിലുള്ള പൊളിറ്റിക്സ് എന്താണ്, അവർ സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ പറ്റിയാണോ പറയുന്നത്, അവർ LGBTIQയുടെ പാർശ്വവൽക്കരണത്തെക്കുറിച്ചാണോ പറയുന്നത്, അവർ പ്രകൃതിയുടെ നശീകരണത്തിൻ്റെ അപകടങ്ങളെക്കുറിച്ചാണോ പറയുന്നത്, ഇതിലെല്ലാം ഈ എല്ലാ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ രാഷ്ട്രീയമായ ഉത്തരങ്ങളാണ്. അപ്പോൾ പൊളിറ്റിക്സ് പോയട്രിയുടെ, കവിതയുടെ കോണ്ടെക്സ്റ്റിൽ പൊളിറ്റിക്സിന് കൂടുതൽ വിശാലമായൊരു അർത്ഥമാണ് ഉള്ളത് എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനർത്ഥം പൊളിറ്റിക്സ് വേണ്ടെന്നോ പാർട്ടി വേണ്ടെന്നൊന്നുമല്ല. അതെല്ലാവരും നമ്മളെല്ലാവരും പൗരന്മാരാണ്, നമുക്ക് നമ്മുടേതായ പാർട്ടികൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ സാഹിത്യത്തിൻ്റെ സന്ദർഭത്തിൽ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അത് കേവലമായ ഒരു പാർട്ടി രാഷ്ട്രീയമല്ല, അതിൽ സ്ത്രീയുടെ രാഷ്ട്രീയമാണ്. ഞാൻ പറഞ്ഞ പോലെയുള്ള അനേക തരത്തിലുള്ള പരിസ്ഥിതി രാഷ്ട്രീയമുണ്ട്, പലതരത്തിലാവാം. സ്ത്രീ പുരുഷാധിപത്യത്തെ ചോദ്യം ചെയ്യുന്നത് അതൊരു രാഷ്ട്രീയമാണ്. അത് നമ്മൾ പലതരത്തിലുള്ള നമ്മൾ പറയാറുണ്ട് പലപ്പോഴും, കവികൾ സൗവർണ പ്രതിപക്ഷമാണെന്ന് വൈലോപ്പിള്ളിയാണ് പറഞ്ഞത്. തൃശ്ശൂരിൽ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ ഓർക്കാതെ പറ്റില്ല നമുക്ക്. സൗവർണ പ്രതിപക്ഷം. അപ്പോൾ ഈ കവികളുടെ ഒരു കുഴപ്പം ഇതാണ് പറഞ്ഞത്, ഇത് അവരെല്ലാ കാലത്തും പ്രതിപക്ഷത്തായിരിക്കും, അവർ പവറിനെ ചോദ്യം ചെയ്യും, അവർ ഏകാധിപത്യത്തിൻ്റെ എല്ലാ രൂപങ്ങളെയും ചോദ്യം ചെയ്യും. വളരെ കുഴപ്പം പിടിച്ച ആളുകളാണ് ഈ ആളുകളെ. കയറ്റാൻ കൊള്ളില്ല, ഭയങ്കര സമൂഹത്തിന് പുറത്താക്കേണ്ട ആളുകളാണ്. കാരണം ഇവർ ഈ ഭയങ്കര കുഴപ്പമാണ്. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റ് കണ്ടാൽ വിളിച്ചു പറയും, അനീതി കണ്ടാൽ അത് അനീതിയാണെന്ന് പറയും. അത് സാഹിത്യത്തിൻ്റെ ഒരു പ്രാഥമിക ധർമ്മമാണ്. അത് നിർവഹിക്കുന്ന ഒരാൾ മാത്രമേ ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി അല്ലെങ്കിൽ ഒരു LGBTIQ എഴുത്തുകാരനോ എഴുത്തുകാരിയോ എന്നുള്ള പേര് പോലും അർഹിക്കുന്നുള്ളൂ. ഇപ്പോൾ അനീതിക്കെതിരായ പ്രതിരോധം അത് പുരുഷാധിപത്യമാകാം, പാർട്ട്യാധിപത്യമാകാം, പലതരത്തിലുള്ള ഏകാധിപത്യത്തിൻ്റെ പല രൂപങ്ങളാകാം, അത് പണത്തിൻ്റെ ആധിപത്യമാകാം, കോർപ്പറേറ്റുകളുടെ ആധിപത്യമാകാം, ഇന്ന് നടക്കുന്ന പോലെ ഒരു മതത്തിൻ്റെ ആധിപത്യമാകാം. പലതരത്തിലുള്ള ആധിപത്യ രൂപങ്ങൾക്കെതിരെ നിന്ന് പൊരുതുന്ന ഒരു ദുർബലനായ അല്ലെങ്കിൽ രണ്ടും ജെൻഡർ ഇല്ലാത്ത ഒരു ശക്തിയാണ് കവിത എന്ന് പറയുന്നത്. അത് പൊരുതുന്നത് ഇൻജസ്റ്റിസ് അല്ലെങ്കിൽ അനീതി എന്ന് പറയുന്ന ഒരൊറ്റ കാര്യത്തിന് എതിരായിട്ടുള്ള, ആരാണ് ഈ അനീതി ചെയ്തതെന്ന് നോക്കി ഇയാൾ അനീതി ചെയ്താൽ ശരിയാണെന്നും അയാൾ അനീതി ചെയ്താൽ തെറ്റാണെന്നും പറയുന്ന ഒരാളെ കവിയായിട്ടോ എഴുത്തുകാരനായിട്ടോ എഴുത്തുകാരിയായിട്ടോ അംഗീകരിക്കുക വളരെ പ്രയാസമാണ്. അതുകൊണ്ട് എപ്പോഴും നോക്കേണ്ടത് ഇൻജസ്റ്റിസിനെ, അനീതി ചെയ്തിട്ടുണ്ടെങ്കിൽ ആരായാലും ശരി, നോ ഇത് ശരിയല്ല എന്ന് പറയുക. അത് ഏത് പാർട്ടിയാണോ ആരാണോ ചെയ്തത്, നമ്മുടെ പാർട്ടിയാണോ മറ്റൊരാളുടെ പാർട്ടിയാണോ നോക്കാതെ പറയുക. ഇതാണ് എഴുത്തുകാർ നിർവഹിച്ചു പോന്നിട്ടുള്ള ഏറ്റവും പ്രധാനമായ ധർമ്മങ്ങളിലൊന്ന്. ആ ഒരു സ്വാതന്ത്ര്യം, അനീതി എന്താണെന്ന് തീരുമാനിക്കുന്നതിനെ കുറിച്ചുള്ള തർക്കങ്ങളുണ്ടാവും. പക്ഷേ അനീതി എന്ന് എനിക്ക് തോന്നിയതിനെക്കുറിച്ച് ഞാൻ അത് അനീതിയാണെന്ന് വിളിച്ചു പറയുന്നു. വേറെ ആൾക്ക് വേറൊരു അനീതി തോന്നിയത് അതിനെ വിളിച്ചു പറയുന്നു. പക്ഷേ അനീതി എന്ന ബോധ്യമുള്ള കാര്യങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു നിൽപ്പ് എഴുത്തിലുണ്ട്.
അത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഒരു പാർട്ടിയിലും പെടാത്ത വൈലോപ്പള്ളി, എനിക്കറിയാം അദ്ദേഹം പുരോഗമന സാഹിത്യ സംഘത്തിൻ്റെ ചെയർമാനൊക്കെ ആയിരുന്നു, അതിനെക്കുറിച്ച് അദ്ദേഹം വിലപിച്ചിട്ടുണ്ട്, പിന്നീട് അത് പോട്ടെ. അപ്പോൾ അദ്ദേഹം സവർണ പ്രതിപക്ഷം എന്ന് പറഞ്ഞത് ഈ അർത്ഥത്തിലാണ്, എല്ലാ കാലത്തും പ്രതിപക്ഷത്ത് തെറ്റ് 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 എന്ന് എല്ലാ തെറ്റുകളുടെ നേർക്കും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ. ഇതാണ് ആത്യന്തികമായ നീതിയുടെ രാഷ്ട്രീയം എന്ന് പറയാം. കവിതയിൽ ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ഞാൻ പെടാതെ വിട്ടൊരു കാര്യം അതാണ്, കവിത നീതിബോധത്തിൻ്റെയും ലാവണ്യബോധത്തിൻ്റെയും ഒരു സംയുക്തമാണ്. അതിൽ സൗന്ദര്യബോധം നീതിബോധമായി മാറുകയും നീതിബോധം ഒരു സൗന്ദര്യബോധമായി മാറുകയും ചെയ്യുന്നു. ആ രീതിയിലുള്ള ഒരു സവിശേഷമായ നീതി സൗന്ദര്യ സംയുക്തം ആണ് കവിതയിൽ ഉണ്ടാകുന്നത്. ഞാൻ എവിടേക്കൊക്കെ പോയി ക്ഷമിക്കണം. എൻ്റെ പേര് സൻഹ, ഞാൻ GHS പുലാമന്തോളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു വേദിയിൽ ഒരുപാട് കാര്യങ്ങൾ സാറ് ചിന്തകൾ പങ്കുവയ്ക്കുന്നതും അതുപോലെ തന്നെ ഇങ്ങനെ സംവദിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അതിനാദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇക്കാലത്ത് യുവകവികൾക്ക് കൂടുതൽ വിമർശനങ്ങൾ നേരിടുന്നുണ്ട്. അതിപ്പോൾ കവിതയിലാണെങ്കിലും വിമർശനങ്ങൾ നേരിടുന്നുണ്ട്. അതിനെയൊക്കെ എങ്ങനെ സ്വീകരിക്കാം, അതുപോലെ തന്നെ സ്വന്തം ശൈലിയിൽ തളരാതെ സ്വന്തം ശൈലി നഷ്ടപ്പെടാതെ എങ്ങനെ അതിന് പൊരുതാം, അതിനെക്കുറിച്ച് എന്താണ് മാഷ്? വിമർശകർക്ക് മറുപടി പറയേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. അതിൻ്റെ ഏറ്റവും നല്ല മറുപടി നമ്മുടെ എഴുത്ത് തന്നെയാണ്. നമ്മുടെ എഴുത്തിൽ നമ്മൾ പുലർത്തിപ്പോരുന്ന ശുദ്ധി, നമ്മുടെ എഴുത്തിൽ നമ്മൾ പുലർത്തിപ്പോരുന്ന സൗന്ദര്യബോധം, നീതിബോധം, ഇതൊക്കെ തന്നെയാണ് ആത്യന്തികമായ മറുപടി. അതുകൊണ്ട് അതിനുള്ള മറുപടി അന്വേഷിച്ച് സമയം കളയുന്നതിന് പകരം നമ്മുടെ എഴുത്തിനെ എങ്ങനെയാണ് കുറച്ചുകൂടി ശക്തമാക്കുക, സംവേദന പ്രാപ്തിയുള്ളതാക്കി മാറ്റുക, കൂടുതൽ സുന്ദരമാക്കുക, കൂടുതൽ നീതിയിലേക്ക് മനുഷ്യരെ നീക്കുന്ന, അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ലോകത്തുനിന്ന് വ്യത്യസ്തമായ ലോകം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഒരു മനുഷ്യനെ സൃഷ്ടിക്കുന്ന രീതിയിൽ അതിനെ എങ്ങനെയാണ് മാറ്റാൻ കഴിയുക, ഈ ചോദ്യങ്ങൾ നമ്മൾ സ്വയം തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയും കവിത എഴുത്ത് തുടരുകയും ചെയ്താൽ ആ തരത്തിലുള്ള വിമർശനങ്ങൾക്കുള്ള സ്വാഭാവികമായ മറുപടി ആകും. ശൈലി നിലനിർത്തുന്നതിനെ കുറിച്ച് കൂടി ചോദിച്ചതുകൊണ്ട് ഞാൻ പലപ്പോഴും ഉദ്ധരിക്കാറുള്ള ഒന്നാണ്, ഇയാളൊരു ചിലിയിലുള്ളൊരു കവിയാണ്, നിക്കാനോർ പാർവ, ആൻറ്റി പോയട്രി എന്നൊക്കെയാണ് സ്വന്തം കവിത അദ്ദേഹം വിളിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ കവിതയുണ്ട്, യുവ കവികളോട്, ടു യങ് പോയറ്റ്സ് ആണ് ഇംഗ്ലീഷ് തർജ്ജമ. ആ യുവകവികളോടുള്ള കവിതയിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എഴുതുക, അത്രയേറെ രക്തം പാലത്തിനടിയിലൂടെ ഒഴുകിപ്പോയി കഴിഞ്ഞു. അത്രയേറെ വെള്ളം എന്നല്ല പറയാം, അത്രയേറെ രക്തം. കാരണം അനേക യുദ്ധങ്ങൾ, ഇപ്പോൾ നടന്നു വരുന്ന യുദ്ധം വരെയുള്ള പഴയകാലം മുതൽ അനേക യുദ്ധങ്ങളുടെയും കുരിശുദ്ധങ്ങളുടെയും മറ്റു തരത്തിലുള്ള യുദ്ധങ്ങളുടെയും ഒക്കെ ചോരയാണത്. അത്രയേറെ രക്തം പാലത്തിനടിയിലൂടെ ഒഴുകിപ്പോയി കഴിഞ്ഞു. പക്ഷെ ഒരു വ്യവസ്ഥ മാത്രം, നിങ്ങൾ ഒഴിഞ്ഞ പേജിൽ മുന്നേറണം. അതാണ് ആകെയുള്ള വ്യവസ്ഥ യുവകവികൾക്ക്, ഒഴിഞ്ഞ പേജിൽ മുന്നേറണം. അപ്പം എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കാൻ വഴി? ഒഴിഞ്ഞ പേജിൽ മുന്നേറണമെങ്കിൽ, സ്വന്തമായൊരു പേജ് ഉണ്ടാക്കണമെങ്കിൽ നിറഞ്ഞ പേജുകൾ എന്താണെന്ന് അറിയണം. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ലോകത്തെ മുഴുവൻ കവിത വായിച്ചിട്ട് കവിത എഴുതാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ഭാഷയിലുണ്ടായിട്ടുള്ള കവിത, നമുക്കറിയാവുന്ന ഭാഷയിലൂടെ നമുക്ക് വായിക്കാൻ കഴിയുന്ന കവിത, ഇതിനെയൊക്കെ തന്നെ വായിച്ചാൽ മാത്രമേ നമ്മുടെ ഒരു സ്ഥലം ഏതാണ്, ആരും സ്പർശിക്കാത്ത, അല്ലെങ്കിൽ എൻ്റെ രീതിയിൽ അനുഭവങ്ങൾ പലപ്പോഴും കോമൺ ആയിരിക്കും. നമ്മൾ മഹാഭാരതം എടുത്താലും ഷേക്സ്പിയർ എടുത്താലും ഒക്കെ
അത് എല്ലാത്തരം സംഘർഷങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കാലത്ത് ഈ സംഘർഷങ്ങൾ എങ്ങനെയൊക്കെയാണ് അവതരിക്കുന്നത്, അതിനെ എങ്ങനെയാണ് എനിക്ക് സ്പർശിക്കാൻ കഴിയുക, എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുക, എൻ്റെ ഒരു രീതിയിൽ അതിനെക്കുറിച്ച് എങ്ങനെ പറയാൻ കഴിയുക എന്ന് ആലോചിക്കുകയും ആ രീതിയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു വഴി, തൻ്റേതായ ഒരു രീതി. അങ്ങനെ പറയുമ്പോൾ പോലും ഞാൻ പലപ്പോഴും കൂട്ടിച്ചേർക്കാനുള്ള ഒരു കാര്യം കൂടിയുണ്ട്. തൻ്റേതായ ഒരു രീതിയുണ്ടോ? ഞാൻ ഇതിനൊക്കെ വളരെ ആലോചിച്ചിട്ടുള്ളതാണ്. ഈ നമ്മൾ പണ്ട് പറയും ഇംഗ്ലീഷിലൊരു സ്റ്റൈൽ ഈസ് ദ മാൻ എന്ന് പറഞ്ഞിട്ടൊരു ഇത് തന്നെ, വുമൺ എന്ന് ആരും പറഞ്ഞിട്ടില്ല, സ്റ്റൈൽ ഈസ് ദ മാൻ. അപ്പോൾ ഈ ശൈലിയാണ് മനുഷ്യൻ, പുരുഷൻ എന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, ശൈലിയാണ് മനുഷ്യൻ. പക്ഷെ അങ്ങനെ ഒരു ശൈലി ഉണ്ടോ? ഞാൻ വൈലോപ്പിള്ളിയെ വായിച്ചു, ഭാഗ്യവശാൽ ഞാൻ മലയാളം ക്ലാസ്സിലിരുന്ന് പഠിച്ചിട്ടില്ല. വൈലോപ്പിള്ളിയെ വായിച്ചു, എടശ്ശേരിയെ വായിച്ചു, കുഞ്ഞിരാമൻ നായരെ വായിച്ചു. ഞാൻ ഇവരിലൊക്കെ ഞാനത് പറഞ്ഞ രവണിക്ക് ഓർമ്മയുണ്ടാവും, ഞാൻ വേറൊരു ടോക്കിൽ അത് പറഞ്ഞത്. ഇവർക്കൊക്കെ പല ശൈലികളുണ്ട്. ഞാൻ എൻ്റെ ഉദാഹരണങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല, കൊണ്ടുവന്നാൽ എനിക്ക് അത്രയധികം ഓർമ്മയുമില്ല. പക്ഷെ നിങ്ങൾക്കറിയാം വൈലോപ്പിള്ളിയുടെ കുടിയൊഴിക്കലിൽ ഉപയോഗിക്കുന്ന ഭാഷയുണ്ട്. അവിടുത്തെ കുടിയാന്മാർ ഉപയോഗിക്കുന്ന ഭാഷ വൈലോപ്പിള്ളി കുടിയൊഴിക്കലിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതേ വൈലോപ്പിള്ളി തന്നെ കുറെ കൂടി സമുന്നതം എന്നൊക്കെ സങ്കല്പിക്കപ്പെടുന്ന രീതിയിലുള്ള ഭാഷയിൽ എഴുതിയിട്ടുണ്ട്. ഒരു 5 ശൈലികളെങ്കിലും ഞാൻ വൈലോപ്പിള്ളിയിൽ കണ്ടിട്ടുണ്ട്. അതേപോലെ എടശ്ശേരി ശ്ലോകം എഴുതിയിട്ടുണ്ട്. നല്ല സംസ്കൃത പദങ്ങളൊക്കെ ഉപയോഗിച്ച് സംസ്കൃത ശ്ലോകമുണ്ട് അദ്ദേഹത്തിൻ്റെ. അതേസമയം ബുദ്ധനും നരിയും ഞാനും എന്നുള്ള കവിതയിൽ വേറെ ശൈലിയാണ്. ഭൂതപ്പാട്ടിൻ്റെ അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു ശൈലിയാണ്. അപ്പോൾ ഒരു കവിക്ക് ഒരു ശൈലിയല്ല വാസ്തവത്തിൽ. അപ്പോൾ ഇതിൽ നിന്നും ഞാൻ എത്തിച്ചേർന്ന ഒരു നിഗമനം, ഒരു കവിക്കൊരു ശൈലി എന്നല്ല പറയേണ്ടത്, ഒരു കവിതയ്ക്കൊരു ശൈലി എന്നാണ്. അതായത് ആ പൂതപ്പാട്ട് പോലെ തന്നെ എഴുതാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ അതുമായിട്ട് ഒരു താരതമ്യം ഇല്ലാതെ പറയട്ടെ, നാവുമരം എന്നുള്ള അടിയന്തരാവസ്ഥയ്ക്ക് എതിരായിട്ട് എഴുതിയ കവിത ഒരു വടക്കമ്പാട്ടിൻ്റെ രീതിയാണ്. അതിൻ്റെ ഡെവലപ്മെൻറ്റ് മുഴുവൻ അങ്ങനെയാണ്. ആ നാവുമരം എന്ന നാടൻപാട്ടിൻ്റെ രീതി തന്നെ എനിക്ക് എഴുതാൻ കഴിയുമായിരുന്നുള്ളൂ. അങ്ങനെ ഓരോ കവിതയും നമ്മളോട് അറിയാതെ പറയുന്നുണ്ട്, എന്നെ ഇങ്ങനെ എഴുതുക, എന്നെ ഗദ്യത്തിൽ എഴുതുക, എന്നെ പദ്യത്തിൽ എഴുതുക, അല്ലെങ്കിൽ എന്നെ ഒരു പ്രത്യേക തരത്തിൽ പ്രദേശത്ത് ഉപയോഗിക്കുന്ന തലത്തിലുള്ള സമുദായ ഭാഷയിൽ എഴുതുക. നിങ്ങളിൽ പലരും ഡി അനിൽകുമാറിൻ്റെ കവിതകൾ വായിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം. ആ റൂമിലൊക്കെ വരാറുള്ളതാണ്. അദ്ദേഹം ഉപയോഗിക്കുന്ന ഫിഷർമെൻസ് ഡയലക്റ്റാണ്. മുക്കുവരുടെ അല്ലെങ്കിൽ മത്സ്യം പിടിക്കുന്ന ആളുകളുടെ വാക്കുകൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാത്ത ധാരണകൾ. എസ് ജോസഫിൻ്റെ ആദ്യകാല കവിതകളിൽ പലതും ഈ ഈറ്റ വെട്ടാൻ പോകുന്ന, മുള വെട്ടാൻ പോകുന്ന ആളുകൾ മാത്രം ഉപയോഗിക്കുന്ന, പൊതുവെയുള്ള സമൂഹത്തെ അറിയാത്ത ഒരുപാട് വാക്കുകൾ ഉപയോഗിച്ചിരുന്നു. അദ്ദേഹത്തിന് പലപ്പോഴും അതെനിക്ക് വല്ലാതെ ബോധ്യപ്പെട്ടത് ജോസഫിൻ്റെ ചില കവിതകൾ ഇംഗ്ലീഷിലാക്കേണ്ടി വന്നപ്പോഴാണ്. അങ്ങനെ ഞാൻ ഒരുപാട് ചെറുപ്പക്കാരെ കവിതകളാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ജോസഫിനോട് തന്നെ വിളിച്ചു ചോദിക്കേണ്ടി വന്നു, ഈ വാക്കിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ജോസഫ് ആ കോണ്ടെക്സ്റ്റൊക്കെ വിശദീകരിച്ചെന്നു. അത് ഈറ വെട്ടുന്ന ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക വാക്കാണ്. അപ്പം അങ്ങനെ സമുദായ ഭാഷകൾ, പ്രദേശ ഭാഷകൾ, ഓരോ ഈ മലയാളത്തിൻ്റെ തന്നെ പല നമ്മൾ ഇംഗ്ലീഷിൽ രജിസ്റ്ററുകൾ എന്ന് പറയുന്ന ശൈലീ തലങ്ങൾ, ഇവയൊക്കെ കവിതയിൽ വരുന്നുണ്ട്. ശൈലിയുടെ പല തലങ്ങൾ വരുന്നുണ്ട്. അത് നമ്മൾ വളരെ സംസ്കൃത നിറഞ്ഞിട്ടുള്ള ഒരു ശൈലി, ഒരു കാലത്ത് അത് വളരെ ശക്തമായ രീതിയിൽ നമ്മുടെ ഭാഷ നിലനിന്നു. ക്രമേണ അത് മാറി. കുഞ്ഞിരാമൻ നായർ വന്നപ്പോൾ കുറച്ച് മാറി, വൈലോപ്പിള്ളി വന്നപ്പോൾ കുറച്ച് മാറി, എടശ്ശേരി വന്നപ്പോൾ ചില കവിതകൾ വന്നപ്പോൾ കുറച്ചും കൂടി മാറി. കുറച്ചും കൂടി ആശാൻ്റെയിൽ തന്നെ കവിതകൾ നമുക്കറിയാം. വീണപൂവ് തൊട്ടിങ്ങോട്ട് കരുണ വരെ സഞ്ചരിച്ചാൽ നമുക്കറിയാം. വളരെ സംസ്കൃത വൃത്തങ്ങളിലൊക്കെ എഴുതിയിരുന്ന കവിത ദ്രാവിഡ വൃത്തങ്ങളിലേക്ക് മാറുന്നു. സംസ്കൃത വാക്കുകളുടെ പെർസെൻറ്റേജ്, അതിൻ്റെ ശതമാനം കുറയുകയും കുറേയും കൂടി മുക്തമാകാൻ പറ്റില്ല. നമ്മുടെ ഓരോ വാക്കുകൾ സംസ്കൃതത്തിൽ നിന്ന് അത് കളഞ്ഞാൽ നമ്മുടെ ഭാഷ ദരിദ്രമാവും. അത് കളയേണ്ട കാര്യമില്ലെന്നും എനിക്ക് അഭിപ്രായമുണ്ട്. പക്ഷേ അത്രയധികം കടുകട്ടിയായിട്ട് സംസ്കൃതം ഉപയോഗിക്കാത്ത രീതിയിലുള്ളൊരു മലയാളത്തിലേക്ക് കരുണയിലെത്തുമ്പോഴേക്കും ആശാൻ സ്വയം സഞ്ചരിക്കുന്നുണ്ട്. ആശാൻ്റെ കവിത നോക്കിയാൽ മതി. ആദ്യകാലത്ത് ഈ വീണപൂവിന് മുമ്പുള്ള ശ്ലോകങ്ങൾ മാഷ്ക്ക് അറിയുന്നുണ്ടാവുമല്ലോ. ആദ്യകാലത്ത് എഴുതിയിരുന്ന നാരായണഗുരു എഴുതിയിരുന്ന പോലത്തെ ഒരുപാട് ശ്ലോകങ്ങൾ എഴുതിയിരുന്ന ആളാണ്. അവിടെ നിന്നാണ് വീണപൂവ് പോലുള്ളൊരു കവിതയിലേക്ക് വരുന്നത്. അവിടെ നിന്നാണ് ക്രമേണ നീങ്ങി അനേകം മറ്റ് കവിതകളിലേക്ക് വരുന്നത്. ദുരവസ്ഥ പോലുള്ള ഒരു കവിതയിലേക്ക് വരുമ്പോൾ ശൈലി പൂർണ്ണമായിട്ട് മാറുന്നു എന്ന് പറയാം. അതുപോലെ
ചണ്ടാലഭിഷി എഴുതുന്നു, കരുണ എഴുതുന്നു. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ശൈലി മാറിക്കൊണ്ടേയിരുന്നു എന്ന് കാണാൻ പറ്റും. ഏത് കവി എടുത്താലും നമ്മളങ്ങനെ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ആ കവിതയ്ക്ക് ചേരുന്നു തോന്നുന്ന അതാണ് ഒരു കാര്യം. ഒന്ന് ആ സന്ദർഭം, കാരണം ആ സന്ദർഭത്തിൽ മലയാളത്തിൽ കവിതയ്ക്ക് ഉപയോഗിക്കപ്പെടുന്ന ഭാഷ, അതും കവികളെ ഒരു അതിർത്തി വരെ സ്വാധീനിക്കുന്നുണ്ട്. തൻ്റെ കാലത്ത് നല്ല കവികളൊക്കെ എഴുതുന്ന ആ രീതി എന്താണെന്ന് അന്വേഷിക്കാനും കണ്ടെത്താനുമുള്ള. അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, ഒഴിഞ്ഞ പേജിൽ മുന്നേറണമെങ്കിൽ നിറഞ്ഞ പേജുകൾ ആദ്യം അറിയണം. നമ്മൾ പഴയ കവിതകൾ വായിച്ച എല്ലാ കുട്ടികളോടും ഞാൻ പറയാറുള്ളൊരു കാര്യം അതാണ്. എനിക്ക് കവിതകൾ ഒരുപാട് കുട്ടികൾ അയച്ചു, എല്ലാ ദിവസവും എൻ്റെ മെയിൽ ബോക്സ് നിറയെ കവിതകളാണ്. മലയാളത്തിലുണ്ടാവും, ഇംഗ്ലീഷിൽ പല ഭാഗത്തുനിന്നുള്ളവരൊക്കെ അയച്ചു തരും. അപ്പോൾ അവരോട് ആദ്യം പറയും, നിങ്ങൾ ആരെയൊക്കെയാണ് വായിച്ചിട്ടുള്ളതെന്നാണ് ചോദിക്കുക. മലയാളത്തിലെ കവിയാണെങ്കിൽ ഞാൻ ചോദിക്കാം, നിങ്ങൾ വയലോപ്പള്ളിയുടെ കവിതകൾ എല്ലാം ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കവിതകൾ വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ കണ്ണീർപ്പാടം വായിച്ചു, അനേകം നമുക്കറിയാവുന്ന പോലെ മലതുരക്കൽ വായിച്ചിട്ടുണ്ടോ? ആസാം മണിക്കാർ വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കവിതകൾ വായിച്ചിട്ടുണ്ടോ? മമ്പഴം വായിച്ചിട്ട് ചോദിക്കാറില്ല, മിക്കവാറും വായിച്ചിട്ടുണ്ടാവും എന്നുള്ളതുകൊണ്ട്. പക്ഷേ ബാക്കിയുള്ള പല കവിതകളും ചോദിക്കുക, അത് വായിച്ചിട്ടുണ്ടോ? അവർ എടശ്ശേരിയുടെ ഇതുപോലെ തന്നെ പുളിമാവ് വെട്ടി എന്നുള്ള കവിത വായിച്ചിട്ടുണ്ടോ? പുതപ്പാട്ട് പോലും വായിച്ചിട്ടുണ്ടാകും, എല്ലാവർക്കും ഉറപ്പില്ല, എന്നാലും കുറേ പേര് വായിച്ചിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ വായിച്ച് ഇതുവരെ ഉള്ള കവിത എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളൊരു ധാരണ, നമ്മളെവിടെ നിന്നാണ് തുടങ്ങുന്നതെന്നുള്ളൊരു ധാരണ, അതുകൊണ്ട് നമ്മുടെ കവിത എങ്ങനെയാണ് അവരിൽ നിന്ന് വ്യത്യസ്തമാകേണ്ടത് എന്നുള്ളൊരു ധാരണ, ഇതും ഈ പുതുതായിട്ട് എഴുതുന്ന അല്ലെങ്കിൽ എഴുതി വരുന്ന കുട്ടികൾക്ക് ആവശ്യമാണെന്ന് ഞാൻ വിചാരിക്കും. എന്തിനാ ഈ പഴയതൊക്കെ വായിക്കണമെന്ന് പല ആളുകളും ചോദിക്കും. അത് സ്വാഭാവികമായും വരുന്നൊരു പ്രതികരണമാണ്. പഴയത് വായിക്കുന്നത് അതുപോലെ എഴുതാനല്ല, അതുപോലെ അല്ലാതെ എഴുതാനാണ്. വ്യത്യസ്തമായിട്ട് എഴുതാൻ വേണ്ടി നമ്മൾ പഴയത് വായിക്കണം. അയ്യപ്പ പണിക്കർ ആദ്യത്തെ ഗദ്യത്തിലുള്ള കവിതകൾ ചരമക്കുറിപ്പൊക്കെ എഴുതുമ്പോൾ അദ്ദേഹം പെട്ടെന്നൊരു ദിവസം അങ്ങനെ എഴുതാൻ തീരുമാനിച്ചതല്ല. അദ്ദേഹം വായിച്ചു ആദ്യം തൊട്ടുള്ള കവിതകളെ കുറിച്ചുള്ള ഏറ്റവും നല്ല നല്ല പഠനങ്ങൾ അയ്യപ്പ പണിക്കർ എഴുതിയിട്ടില്ല. അപ്പോൾ അദ്ദേഹം വായിച്ചു നോക്കിയപ്പോൾ ഒരു മാറ്റത്തിന് സമയമായി. പല രാജ്യങ്ങളിലും കവിതയുടെ ഭാഷ മാറുന്നു, മലയാളത്തിലും അത് മാറുന്ന സമയമായി. അങ്ങനെയാണ് ചരമക്കുറിപ്പ് എന്നുള്ള കവിത ആദ്യം ഗദ്യത്തിൽ എഴുതുന്നു, പിന്നെ ഗദ്യത്തിലും പദ്യത്തിലുമായിട്ട് അനേകം കവിതകൾ അദ്ദേഹം എഴുതിയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതുപോലെയാണ് നിലനിൽക്കുന്ന കാവ്യ സന്ദർഭം, ഇതുവരെ വായിച്ചിട്ടുള്ള കവിതകളുടെ ഒരു സംസ്കാരം, തനിക്ക് ആവിഷ്കരിക്കാനുള്ള അനുഭവത്തിൻ്റെ സ്വഭാവം, ഇതെല്ലാം ചേർന്നാണ് കവിതയുടെ ഒരു ശൈലി നിർണ്ണയിക്കുന്നത്. അല്ലാതെ ഒരു പ്രത്യേക സമയത്ത് ഓക്കെ ഞാൻ ഇതുപോലെ എഴുതാം എന്ന് തീരുമാനിക്കുകയല്ല ചെയ്യുന്നത്. അത് ഉള്ളിൽ നിന്ന് നമുക്കൊരു കാര്യം പറയാനുണ്ട്. ഈ കാര്യം ഏറ്റവും ശക്തമായിട്ട് പറയാൻ പറ്റുക എങ്ങനെയാണ്, ഏറ്റവും തീക്ഷ്ണമായിട്ട് പറയാൻ പറ്റുക എങ്ങനെയാണ്, ഏറ്റവും സാന്ദ്രമായിട്ട്, അതായത് ഡെൻസ് കട്ടിയായിട്ട്, അതായത് എന്താ പറയുക, വെള്ളം കൂട്ടാതെ പറയാൻ കഴിയുക എങ്ങനെയാണ്, അത് അങ്ങനെയുള്ള ഒരു ആലോചനയിൽ നിന്നാണ് ശൈലി ഉണ്ടാവേണ്ടത്. അപ്പോൾ തൻ്റെ ശൈലി നിലനിർത്തുക എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് ഇത്രയൊക്കെ പറഞ്ഞു പോയത്. നിലനിർത്തലല്ല, മാറണമുണ്ട്. നമ്മൾ എഴുതി വരുമ്പോൾ ശൈലി ചിലപ്പോൾ മാറിയെന്ന് വരും, ചിലപ്പോൾ പഴയ രീതിയിലേക്ക് തിരിച്ചു പോയി എന്ന് വരും, ചിലപ്പോൾ ഇതുവരെ ഉപയോഗിക്കാതെ പുതിയ രീതി ഉപയോഗിച്ചു എന്ന് വരും. ഇതെല്ലാം സംഭവിക്കാം. ഇതെല്ലാം ഞാൻ എൻ്റെ തന്നെ അനുഭവം വെച്ചിട്ട് കൂടി പറയുകയാണ്. ഇത് എൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ വൃത്തത്തിലേക്ക്, പല വൃത്തങ്ങളിലേക്കും തിരിച്ചു പോയിട്ടുണ്ട്. ഇടയ്ക്ക് ഇത് ഗദ്യത്തിലായിരിക്കും, അത് ഉള്ളു തന്നെ പറയുന്നതാണ് നമ്മളോട്, ഇത് ഗദ്യത്തിലായിരിക്കും കൂടുതൽ തീക്ഷ്ണമായിട്ട് നമുക്ക് സംവേദനം ചെയ്യാൻ പറ്റുമെന്ന് തോന്നും. ചില കാര്യങ്ങൾ എനിക്ക് ഇങ്ങനെ പറഞ്ഞാലേ പറ്റുള്ളൂ എന്ന് തോന്നും. ഇപ്പോൾ ഇവനെ കൂടി എന്നുള്ള കവിത എനിക്ക് ആലോചിക്കാൻ വയ്യ ഗദ്യത്തിൽ എഴുതുന്നത്, അല്ലെങ്കിൽ ഇവനെ കൂടി അല്ലെങ്കിൽ വിജയരാമൻ നായരെ, എനിക്കറിയാം മലയാള കവികളെ പറ്റിയൊക്കെ കവിത എഴുതിയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഒരുപാട് പേരെ പറ്റിയിട്ട്, ആശാനെ പറ്റിയാണ് തുടങ്ങിയത്. ആദ്യത്തെ കായ്ക്കറിയിലെ മണ്ണ് എന്നുള്ള കവിത ആശാനെ പറ്റി, വൈലോപ്പിള്ളിയെ പറ്റി, കുഞ്ഞിരാമൻ നായരെ പറ്റി, സുഗതകുമാരി വരെ, അയ്യപ്പണിക്കർ വരെയുള്ള കവികളെ പറ്റിയൊക്കെ കവിതകൾ എഴുതിയ ഒരാളാണ്. അതുകൊണ്ട് അതിൽ മിക്കതും തന്നെ ഈ പറഞ്ഞ പോലെ വൃത്ത രൂപങ്ങളിലൊക്കെയാണ്. അതിന് കാരണം അത് അവരുടെ കവിതയുടെ ഒരു അന്തരീക്ഷം അതിൽ നിലനിൽക്കണം, സൃഷ്ടിക്കണം എന്നുള്ള ഒരു ആഗ്രഹം. അവരെപ്പറ്റി പറയുമ്പോൾ ഒരു പക്ഷേ അവരുടെ രീതിക്കുള്ള ഒരു ട്രിബ്യൂട്ട്, നമ്മളൊരു ആദരവ് കാണിക്കുക കൂടിയാണെന്നുള്ള ബോധം, അതൊക്കെയാണ് അത്തരത്തിലുള്ള രൂപങ്ങൾ തിരഞ്ഞെടുക്കുക. ഇങ്ങനെ പറഞ്ഞു പോയാൽ ധാരാളം പറയേണ്ടി വരും. ഓരോ കവിതയെ പറ്റി ചോദിച്ചാൽ അതിന് ഓരോന്നിനെ പറ്റി എനിക്ക് അത് എന്തുകൊണ്ട് തിരഞ്ഞെടുത്തത് കൃത്യമായിട്ട് പറയാൻ പറ്റും. പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ, എഴുതുമ്പോൾ അറിയില്ല, എഴുതുമ്പോൾ അത് വരികയാണ്. പക്ഷെ പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ ഓക്കെ ഞാൻ ആ രൂപം തിരഞ്ഞെടുത്ത ഇന്ന കാര്യം കൊണ്ടാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. അതുകൊണ്ട് ഒരു ശൈലി എന്ന് വിചാരിക്കേണ്ട, തൻ്റേതായ രീതി എന്ന്
തൻ്റെതായ രീതികൾ എന്ന പ്ലൂരൽ ബഹുവചനം ഉപയോഗിക്കുകയാണ് നല്ലത്. തൻ്റേതായ രീതികൾ വേണം. തൻ്റെ രീതികൾ കാണണമെങ്കിൽ ഇതുവരെയുള്ള രീതികൾ എന്തായിരുന്നു എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു സാമാന്യ ബോധവും ആവശ്യമായിട്ട് വരും. അതുകൊണ്ടാണ് കവികൾ, പഴയ കവികളെ വായിക്കണമെന്ന് ഞാൻ വീണ്ടും വീണ്ടും, അതും ഈ പറഞ്ഞവരൊരു അന്ധവൈബാണ്, ആരെയും വായിക്കേണ്ട, നമ്മുടെ കൂട്ടുകാർ ഫേസ്ബുക്കിൽ ഇടണം മാത്രം വായിച്ചാൽ അവർ വിചാരിക്കേണ്ട ധാരാളം ആളുകളുണ്ട്. പക്ഷേ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. തന്തയായാലും അല്ല യുവാവായാലും കുമാരനായാലും ഞാൻ യോജിക്കുന്നില്ല. നമ്മൾ അറിയണം നമ്മുടെ ഭാഷയിൽ എന്ത് എഴുതപ്പെട്ടു, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, എവിടെ എത്തി, എന്തെല്ലാം അനുഭവങ്ങൾ ആവിഷ്കരിക്കപ്പെട്ടു, എന്തെല്ലാം അനാവിഷ്കൃതമായി കിടക്കുന്നു എന്നൊക്കെ. അതാണ് വിജയെ പറ്റി നേരത്തെ പറഞ്ഞു, ഞാൻ ഇപ്പോഴും അത് തന്നെ പറയാം. ഇപ്പോൾ വിജയ ഒരു പുതിയ സ്വരം കൊണ്ടുവരുന്നുണ്ട്. ഒരു LGBTIQ ആളുടെ ജീവിതം എന്താണ്, അതിൻ്റെ വേദനകൾ എന്താണ്, സംഘർഷങ്ങൾ എന്താണ്. അതുപോലെ ആദ്യയെ പോലെ ഇപ്പോഴും ഒരു പറ്റം കവികൾ രാത്രിയിൽ ആദ്യം എഴുതുന്നുണ്ട്, മനോഹരമായിട്ട് എഴുതുന്നുണ്ട് അത്ര ഇഷ്യൂസ് എന്നെ പറ്റി. അപ്പം അങ്ങനെ അപ്പോൾ അവരൊരു പുതിയ ഒരു കോണ്ടിനെൻ്റ് കണ്ടെത്തുന്നത് പോലെയാണ്, ഒരു ഭൂഖണ്ഡം കണ്ടെത്തുകയാണ്. ഇതുവരെ ആരും കണ്ടെത്താത്ത ഒരു അനുഭവത്തിൻ്റെ വലിയ ഭൂഖണ്ഡമാണ് ഈ മനുഷ്യർ കൊണ്ടുവരുന്നത്. സ്ത്രീയെന്നോ പുരുഷനെന്നോ കൃത്യമായിട്ട് വിശേഷിപ്പിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ശരീരങ്ങളുമായി ജനിച്ച മനുഷ്യർ, അവരുടെ അനുഭവങ്ങൾ, അവിടെ തീവ്രമായ പാർശ്വവൽക്കരണങ്ങൾ, അവരനുഭവിച്ച ഭ്രഷ്ടുകൾ, അവരനുഭവിച്ച ക്രൂരമായ വേദനകൾ, പീഡനങ്ങൾ, ഇതിനൊക്കെ കുറിച്ച് പറയാനുള്ള ഒരു ഭാഷ കണ്ടെത്താനുള്ള സ്ട്രഗിളാണ്, സമരമാണ്. ഇതുപോലെയാണ് നമ്മളെല്ലാവരും നമ്മുടേതായ യുണീക്കായിട്ടുള്ള അനുഭവങ്ങൾക്ക് പറ്റിയ രീതിയിലുള്ള ഭാഷകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു. അങ്ങനെയാണ് ഒഴിഞ്ഞ പേജിൽ മുന്നേറുന്നത്. നമ്മുടെ മലയാളത്തിലെ ഏറ്റവും മുതിർന്ന കവിയും ഏറ്റവും പുതിയ തലമുറയും തമ്മിലുള്ള ഒരു സംവാദം, ആശയവിനിമയം എന്ന നിലയ്ക്കാണ് ഈ ഒരു സെഷൻ പ്ലാൻ ചെയ്തത്. അത് കുട്ടികളെ കവിത വായന ഉൾപ്പെടെ ചെയ്യണം എന്നുള്ളതാണ്. ആ കവിത കൂടി വെച്ചുകൊണ്ട് സംസാരിക്കുക എന്നുള്ളതാണ്. സച്ചിമാഷ വിളിക്കുമ്പോൾ തന്നെ വളരെ കുറച്ച് സമയം മാഷ കൂടി സംസാരിപ്പിക്കുക എന്ന് വിചാരിച്ചിരുന്നത് എൻ്റെ കാരണം മാഷ ആരോഗ്യനിലയാണ്. മാഷ മീറ്റിങ്ങുകൾക്ക് പോകുന്നില്ല, പരിപാടിയെല്ലാം കട്ട് ചെയ്യുന്നു, ഉച്ച സമയം ഏറ്റവും ടഫായിട്ടുള്ള സമയമാണ് എന്ന് മാഷ മെസ്സേജ് അയച്ചിരുന്നു. മാഷയുടെ സംസാരം ഓരോ മിനിറ്റ് മുന്നേറുമ്പോഴും എൻ്റെ ഉള്ളിലുള്ള ഒരു കുറ്റബോധം കൂടെയാണ് ചെയ്യുന്നത്, മാഷ പോലെ സംസാരിപ്പിച്ചു എന്നുള്ളത്. എന്നാൽ പറഞ്ഞ ഓരോ വാക്കും കുട്ടികൾക്ക് ഓരോ പാഠമാണ് എന്ന നിലയ്ക്ക് നമ്മുടെ കുട്ടികളിലും, അത് കുട്ടികൾക്ക് മാത്രമല്ല ഈ ഇരിക്കുന്ന സദസ്സിനും, ആ സദസ്സിലാകെ ഇത്ര നേരമായിട്ടും ഒരു 1.5 മണിക്കൂർ സമയമായിട്ട് മാഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സ്വന്തം എഴുത്തുമായി ബന്ധപ്പെട്ട്, സ്വന്തം ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടും എല്ലാവരും മാഷ് ഓരോ വാക്കും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മുഴുവൻ മാഷ് പറഞ്ഞാലും, ഇന്ന് നാളെ മാഷ് പറഞ്ഞാലും, ഇന്നും നാളെയും മറ്റന്നാൾ മാഷ് പറഞ്ഞാലും നമുക്ക് കേട്ടിരിക്കാൻ തോന്നും. കാരണം നമ്മുടെ ജീവിതത്തൊക്കെ രൂപപ്പെടുത്താൻ, നമ്മുടെ എഴുത്തിനൊക്കെ വലിയ തോതിൽ മാറ്റാൻ കഴിയുന്ന ഒരു അധ്യാപകനാണ് മാഷ് എന്നുള്ളത്. എന്നാലും നമുക്ക് എന്താ വെച്ചാൽ ഒന്നിൻ്റെ കാര്യം വേറെയുണ്ട്. നമ്മുടെ ഈ കുട്ടികളുടെ മുഴുവൻ കവിത കേൾക്കണം. അപ്പോൾ ചെറുതാണെങ്കിലും ആ കവിത അവർ വായിക്കണം. ഇത് കുട്ടികളെ കൊണ്ട് ആദ്യം വായിപ്പിക്കാൻ ഞാൻ മാഷ് പറഞ്ഞതെന്താ വെച്ചാൽ, കുട്ടികൾക്കൊരു സങ്കോചം ഇപ്പോഴും വിട്ടിട്ടില്ല സംസാരിക്കാനേ. കുട്ടികൾ വരാനും സംസാരിക്കാനും. അപ്പോൾ ഇവർ കവിത വായിച്ചു വെച്ചാൽ ആ സങ്കോചം പോയാൽ കുറച്ചുകൂടി ലൈവായിട്ടുള്ള സംഭാഷണം നടന്നതിന് വെച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇനി നമുക്ക് കുട്ടികളുടെ കവിതയ്ക്ക് പോവാം. കുട്ടികളുടെ കവിത മാത്രമല്ല, എല്ലാ ഭാഗത്തും വന്നിട്ടുള്ള